സാർ ഇപ്പോൾ കർണാട്ടിക് കുറേ വർഷം പഠിച്ചിട്ടാണ് ഹിന്ദുസ്ഥാനിയിലേക്ക് സാർ മാറിയത്. അപ്പം ഹാർഡ് കോർ കർണാട്ടിക് പഠിച്ച് പിന്നെ ഹിന്ദുസ്ഥാനി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ്. പെട്ടെന്ന് ആ ഒരു കൾച്ചറിലേക്ക് മാറിയപ്പോൾ സാറിനൊരു ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഭയങ്കര വിഷമമായിരുന്നു, അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. പണ്ട് ഉണ്ടെങ്കിലും അതൊരു ചുരുക്കം. അന്ന് ഒരുപാട് മ്യൂസിഷ്യൻസ് ഉണ്ടായിരുന്നു, മറാഠി മാസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ അതിൽ മുന്നേ തന്നെ ഉള്ള ഒരു മങ്കേഷ്കർ റാവു, പിന്നെ വിൻസെൻ്റ് മാസ്റ്റർ, ഒരുപാട് പേരുകൾ നമ്മൾ ഓർക്കാനുണ്ട്. കുമാർ ഉസ്താദ് ബാബുക്കയുടെ ഗുരുവാണ്. അബ്ദുൽ കരീം ഖാൻ സാഹിബിൻ്റെ ശിഷ്യനാണ് കുമാർ ഉസ്താദ്. അന്ന് ബോംബെയിൽ പോയി പല വർഷങ്ങൾക്ക് മുമ്പ് ഏതോ തലമുറയിൽ, ഞാനൊന്നും ഇല്ലാത്ത സമയം, ഞാനൊന്നും ജനിച്ചു കാണത്തില്ല, ആ സമയത്താണ് കുമാർ ഉസ്താദ് പോയി പിന്നെ മാസ്റ്ററി എടുത്തത്. അതിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ഠുമരി അന്ന് ഭയങ്കരമായിട്ട് പാടിയിരുന്നു. ഞാൻ കേട്ടിരുന്നു അദ്ദേഹം പാടിയത്. അദ്ദേഹത്തിൻ്റെ CDs ഇപ്പോഴും അവൈലബിൾ ആണ്. സാറ് പഠിച്ചത് ഇപ്പം ഹിന്ദുസ്ഥാനിയിൽ പല ഘരാനാസ് ഉണ്ട്. അപ്പം സാറിൻ്റെ ഘരാന എന്ന് പറയുന്നത് മേവാത്തി ഘരാനയാണ്. അപ്പം ആക്ച്വലി ഇപ്പോൾ ഒരു ലേ മാനിന് ഒരു പക്ഷേ കേൾക്കുമ്പോൾ ഘരാന എന്നുള്ളത് എന്താണ് എന്നുള്ളൊരു സംശയം ചിലപ്പോൾ ഒരു വാട്ട് മേക്സ് ഈച്ച് ഘരാന ഡിഫറെൻറ്റ് എന്നുള്ളതൊന്ന് പറയാമോ? ഘരാനയിലെ പറ്റിയ ഒന്നുമില്ല, നത്തിങ്. ഘരാന എന്ന് പറയുമ്പോൾ പക്ഷേ ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. സിമ്പിളായി വളരെ ചുരുക്കത്തിൽ പറയുമ്പോൾ ഒന്നുമില്ല. ശരിക്കും ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള സംഗീത കുടുംബമാണത്, ഒരു ഫാമിലിയാണ്. അപ്പോൾ അതിൽ സിംഗിങ് ഇപ്പോൾ ഓരോ രാഗം ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ ഘരാനയിൽ. ചെറിയ ഡിഫറൻസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പാടുന്നതിന് സൈനിയ ഘരാനയിൽ ഇപ്പോൾ ഭാഗ്യശ്രീ പാടുമ്പോൾ അവർ സൈനിയ ഘരാന പാടുമ്പോൾ പഞ്ചം ചേർക്കുന്നുണ്ട്. ഈ ചിലപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പണ്ട് പഞ്ചം ചേർത്തിട്ടില്ല ഭാഗ്യശ്രീയിൽ. അങ്ങനെയുള്ള ചെറിയ ടെക്നിക്കൽ കാര്യങ്ങളിൽ. പിന്നെ ഈ ഫാമിലി, നമ്മളിപ്പോൾ മാവതി എന്ന് പറയുമ്പോൾ മാവതി ഒരു ഫാമിലിയാണ്. അതിൽ നമ്മളെ ഇൻവോൾവ് ചെയ്യിക്കണമെങ്കിൽ നമ്മളൊരു കുടുംബമായിട്ട് അവിടെ ഇരിക്കണം. ഇപ്പോൾ എനിക്ക് ഇന്നലെ ഒരു ഇൻഫർമേഷൻ, ഒരു കാര്യം ഞാൻ പറയാം. ഇന്നലെ നടന്നൊരു കാര്യം. ഡൽഹിയിൽ ഇന്നലെ ഗുരുജി പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മകൻ, ഹീസ് ഓൾസോ സിംഗർ, എൻ്റെ ശിഷ്യനാണ്, പോത്ത എന്ന് പറയും, എൻ്റെ ഹിന്ദിയിൽ അങ്ങനെയാണ് പറയുന്നത്. എൻ്റെ ചേട്ടൻ്റെ മകൻ, ഹീസ് എ വെരി ഗുഡ് സിംഗർ. അപ്പോൾ ഇപ്പോൾ ഗുരുജിയുടെ കോൺസേർട്ടിൻ്റെ സമയത്ത് ഇന്നലെ വിനയ് എന്നാണ് പേര്, വിനയ് രാംദാസ്. വിനയൻ്റെ കോൺസേർട്ട് അത് തൊട്ട് മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ വിനയ് നന്നായിട്ട് പാടിയെന്ന് ഗുരുജിയുടെ അടുത്ത്, ഗുരുജി കേട്ടില്ല, ഗുരുജിയുടെ അടുത്ത് പോയിട്ട് കേട്ടവർ പറഞ്ഞു വിനയ് നന്നായിട്ട് പാടിയെന്നുകൊണ്ട് പറഞ്ഞു, ഹീസ് മൈ ഗ്രാൻഡ് സൺ. ഗുരുജി വിളിച്ചത് പരംപൂജ്യ ഗുരുജി പണ്ഡിറ്റ് ജസ്രാജി വിനയെ അന്ന് അവിടെ പരിചയപ്പെടുത്തി, ഹീസ് മൈ ഗ്രാൻഡ് സൺ. അങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളത്, അങ്ങനെയാണത്. ആ ഒരു ഫാമിലിയിൽ ഇപ്പം ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ രമേശ് അവൻ അവിടെയുണ്ട്, അവൻ ഹീസ് മൈ സൺ. സാറ് ഇപ്പം മേവാത്തി ഘരാനയിൽ സാറ് എപ്പോഴും എനിക്കൊരു പ്രത്യേകിച്ചൊരു ക്ലാസിക്കൽ മ്യൂസിഷ്യൻ ആകുമ്പോൾ എനിക്ക് ആദ്യം പഠിച്ച് വന്നിട്ടുള്ള രാഗങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ മനസ്സിലായും. പിന്നെ ഓഫ് കോഴ്സ് ലേറ്റർ ഓൺ നമ്മളതിന് എക്സ്പെർട്സ് ആവും. പക്ഷെ ആദ്യം പഠിച്ച് വരുന്ന രാഗം, അങ്ങനെ കുറച്ച് മനസ്സിനോട് അടുപ്പുള്ള സാറിന് പ്രത്യേകം ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ള രാഗങ്ങൾ എടുത്ത് പറയാനായിട്ട് ഏതെങ്കിലും ഉണ്ടാവുമോ സാറിന്? ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ എൻ്റെ കോൺസേർട്സിൽ പാടിയിട്ടുള്ള രാഗം ആലോചിക്കുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 10-300 സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. ജറാഗ് ജോഗ് ഇപ്പോഴും സ്റ്റിൽ ഒരു സ്റ്റേജിലും എനിക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഓഡിയൻസ്. അതായത് ജസ്റ്റ് നമ്മൾ ജോഗ് എടുക്കുമ്പോഴേക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു, വളരെ ഈസിലി കമ്മ്യൂണിക്കേറ്റഡ് ആണ്. അതുകൊണ്ടായിരിക്കാം ഞാനത് ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഇംപ്രവൈസ് ചെയ്യാനും, അതിൻ്റെ അകത്ത് മോർച്ചന ചെയ്യാനും, ഗ്രഹഭേദം ചെയ്യാനും. ഇപ്പോൾ എൻ്റെ മോളും കൂടി ഉണ്ടാകുമ്പോൾ അവൾ എൻ്റെ മിക്കവാറും എല്ലാ കോൺസേർട്ടിലും അവൾ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മധുശ്രീ ചെയ്യാറുണ്ട്, രണ്ടുപേരും ചെയ്യാറുണ്ട്, 2 മോളും മക്കളും ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ബാക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ടോണിക് സ്കെയിൽ പാടുമ്പോൾ അതിൻ്റെ അകത്ത് മാറ്റി ഗാന്ധാരം പാടുമ്പോൾ ഇവർ മറ്റേ സ്കെയിലിൽ പാടും. 2 പേരും മത്സരിച്ച് കോമ്പറ്റീറ്റ് ചെയ്ത് പാടും. ഭയങ്കര രസമാണ് അത് കേൾക്കാൻ. അപ്പോൾ അത് കേൾക്കാനും ഇഷ്ടമാണ്.